രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിക്കാൻ പോകുന്ന ആ മഹാവിസ്ഫോടനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അഴിമതിയിലും പ്രീണന രാഷ്ട്രീയത്തിലും മുങ്ങിക്കുളിച്ച ഇടതു വലതു മുന്നണികളെ കടപുഴക്കി എറിഞ്ഞുകൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് വീശിയടിക്കുകയാണ്. വികസനത്തിന്റെ വിശ്വരൂപമായ നരേന്ദ്രമോദി സർക്കാരിന്റെ കരുത്തിൽ കേരളം താമര വിരിയിക്കാൻ സജ്ജമായി കഴിഞ്ഞു എന്ന സൂചന നൽകുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളായിരുന്നു തുടക്കം മുതൽ പുറത്തു വന്നത്. തിരുവനന്തപുരത്തിന്റെ ഹൃദയഭൂമിയായ വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖയുടെ വിജയം സുനിശ്ചിതമായി കഴിഞ്ഞു. പീപ്പിൾസ് ഇൻസൈറ്റ് എക്സിറ്റ് പോൾ പ്രകാരം 37.95% വോട്ടുകളുമായി ശ്രീലേഖ ബഹുദൂരം മുന്നിലാണ്. LDF സ്ഥാനാർത്ഥി VK പ്രശാന്തിനെ നിലംപരിശാക്കിക്കൊണ്ടുള്ള ഈ കുതിപ്പ് BJP വിരുദ്ധ മാധ്യമങ്ങൾ പോലും ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്. തിരുവനന്തപുരം സെൻട്രലിൽ കരമന ജയൻ 35.4% വോട്ടുകളുമായി വൻ വിജയത്തിലേക്ക് കുതിക്കുമ്പോൾ ചാത്തന്നൂരിൽ BB ഗോപകുമാർ ചരിത്രപരമായ അട്ടിമറിക്കൊരുങ്ങുകയാണ്. കഴിഞ്ഞ 2 തവണ 2ാം സ്ഥാനത്തെത്തിയ NDA ഇത്തവണ ഇടതിനെ തകർത്തെറിഞ്ഞ് 1ാം സ്ഥാനത്തേക്ക് കുതിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. നേമത്തിന്റെ മണ്ണിൽ രാജീവ് ചന്ദ്രശേഖറിലൂടെ താമര വീണ്ടും വിരിയുമെന്ന് മനോരമ പോലുള്ള മാധ്യമങ്ങൾ പോലും സമ്മതിച്ചിട്ടുണ്ട്. കഴക്കൂട്ടത്ത് V മുരളീധരന്റെ വിജയസാധ്യത ഒരേ സ്വരത്തിൽ പ്രവചിക്കുമ്പോൾ കാസർഗോഡ് ML അശ്വനിയും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയും തമ്മിലുള്ള പോരാട്ടം ഫോട്ടോ ഫിനിഷിലേക്കാണ് നീങ്ങുന്നത്. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രന്റെ കരുത്തിന് മുൻപിൽ UDF LDF അവിശുദ്ധ സഖ്യത്തിന് മുട്ടുവിറയ്ക്കുകയാണ്. പാലക്കാട് ശോഭാ സുരേന്ദ്രനും മലമ്പുഴയിൽ C കൃഷ്ണകുമാറും പൂഞ്ഞാറിൽ PC ജോർജും അവസാന നിമിഷം വരെ പോരാടി വിജയം ഉറപ്പിക്കുമെന്ന് എക്സിറ്റ് പോളുകൾ വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിൽ ഇത്തവണ BJP 14 സീറ്റുകൾ വരെ പിടിച്ചെടുക്കുമെന്നാണ് പ്രവചനങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ അഴിമതിക്കാരും വർഗീയവാദികളും നയിക്കുന്ന മുന്നണികൾക്ക് ഭൂരിപക്ഷം ലഭിക്കാതെ തൂക്കുമന്ത്രിസഭ വരികയും രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിന്റെ കിങ് മേക്കറായി മാറുകയും ചെയ്യും. പതിറ്റാണ്ടുകളായി കേരളത്തെ മാറി മാറി ഭരിച്ച് മുടിപ്പിച്ചവർക്കുള്ള മരണമണിയാണ് ഈ ജനവിധി. വികസനം മുരടിപ്പിച്ച ഈ മണ്ണിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇത് വെറും ഒരു വോട്ടെണ്ണലല്ല, മറിച്ച് പ്രീണന രാഷ്ട്രീയത്തിനും അഴിമതി ഭരണത്തിനുമെതിരെ കേരളീയ മനസ്സ് നൽകുന്ന ശക്തമായ താക്കീതാണ്. ഡൽഹിയിലെ വികസന വിപ്ലവം ഇനി കേരളത്തിന്റെ തെരുവുകളിലും അലയടിക്കും. വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ കേരളം എത്തി നിൽക്കുന്നത് പുതിയൊരു യുഗത്തിലേക്കായിരിക്കും. അവിടെ വികസനത്തിന് വോട്ട് നൽകിയ ജനതയും ആ ജനതയുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകിയ BJP എന്ന കരുത്തുറ്റ പ്രസ്ഥാനവും മാത്രമായിരിക്കും വിജയഗാഥ രചിക്കുക. ഭാരതത്തിന്റെ മുന്നേറ്റത്തിനൊപ്പം ഇനി കേരളവും തോളോട് തോൾ ചേർന്ന് നടക്കും. താമര വിരിയും, വികസനം പുലരും.